നമുക്ക് നമ്മുടെ സ്പെഷ്യൽ മുട്ട ബജിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കടലമാവ് എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്, പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മല്ലിയിലയും മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് നമുക്ക് വലിയ ആളുകൾക്ക് കഴിക്കാനാണ് ഈ മുട്ട ബജിയെങ്കിൽ ചേർക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കടലമാവിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാൻ പോവാണ്. കുറച്ച് കായപ്പൊടി, ഒരു 2 പിഞ്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മുട്ട ബജിയാണ്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ നല്ല എരിവുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ പച്ചമുളക് ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും മാത്രം ചേർക്കുക. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് മിക്സ് ചെയ്യണം, ഒരുപാട് ലൂസായി പോരുത്. നമ്മുടെ ബാറ്റർ അധികം ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് നിൽക്കില്ല, നമ്മൾ വയ്ക്കുന്ന പോലെ ഇരിക്കില്ല. അതാണ് ഇതുപോലൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കടലമാവ്. പിന്നെ കുറച്ച് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർക്കാം കേട്ടോ. 1-2 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ അരിപ്പൊടി ചേർക്കുന്നില്ല. ഒരു 4 പച്ചമുളകാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇതുണ്ടോ, ഇതുപോലെ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ മല്ലിയിലയും ചേർക്കുക. മല്ലിയില ഒരു 2 ടേബിൾ സ്പൂൺ മതി. ഇതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ഒരു സാധാരണ നമ്മൾ ബജ്ജി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയാറില്ലേ, കുറച്ചൊന്ന് മുന്നിൽ നിൽക്കണം, എങ്കിലേ മുട്ടയിലേക്കൊക്കെ കോട്ടായി വരുമ്പോൾ ആ ഉപ്പ് കറക്റ്റായി വരുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് മുട്ട 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുട്ടയിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുട്ട ഇതുപോലെ 2ആയിട്ട് എടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, സവോള ഇപ്പോൾ അടർന്നു പോയി എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, അടർന്നു പോയില്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയാണെങ്കിലും സവോള വയ്ക്കാം. ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുറച്ച് സവോള വെച്ച് കൊടുക്കുക. ഒരു മുട്ട ഒന്ന് ഈ ഓക്കൊന്ന് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ സവോള വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക മുട്ടയുടെ മുകളിലായിട്ട്. ഇനിയാണ് നമ്മൾ ഈ ബജ്ജി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി വയ്ക്കാം നമുക്ക് മുട്ടയുടെ മുകൾ ഭാഗത്ത് സവോള വെച്ചിട്ട്. അതിന് ശേഷം നമുക്ക് ബജ്ജി ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ മുട്ടയുടെ മുകളിലും സവോള വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബജ്ജി ഉണ്ടാക്കി തുടങ്ങാം. എണ്ണ ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്പൂണിൽ കുറച്ച് ബാറ്റർ ഇതുപോലെ ഇങ്ങനെ എടുക്കും. അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ മുട്ട വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മുട്ടയുടെ അടിഭാഗത്ത് ബാറ്റർ ആയിക്കോളും. ഇനി നമ്മൾ വേറെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബാറ്റർ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. ഒരു സമയത്ത് ഒരു മുട്ട ബജിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 2-3 ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ സവോളയൊക്കെ കറക്റ്റായിട്ട് ഇരിക്കില്ല, സവോള തെന്നിപ്പോവും. ഇനി നമുക്ക് പതുക്കെ എണ്ണയിലേക്ക് മുട്ടയൊന്ന് ഈ സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ മുട്ട കറക്റ്റായിട്ട് വീഴും. 2-3 എണ്ണം ഒരുമിച്ചിടണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, പക്ഷെ 3 എണ്ണത്തിൽ കൂടുതൽ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. മുട്ട പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബാറ്റർ ഇല്ലാത്ത ഭാഗത്ത് കുറച്ച് ബാറ്റർ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കുക്കായി വന്നോളും. ഞാനിപ്പോൾ ഒരു സമയത്ത് 3 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്, അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ 3 ബജ്ജി റെഡിയായി വരട്ടെ. വേഗം തന്നെ റെഡിയായി വരും.
ആദ്യം ഇട്ട മുട്ട നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, വേഗം തന്നെ കുക്കായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റർ മാത്രമേ കുക്കായി വരാനുള്ളൂ, ബാക്കി മുട്ടയൊക്കെ കുക്കായതാണല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഇടുമ്പോൾ ആ വൈറ്റ് പോർഷൻ അടിഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. യെല്ലോ മുകൾ ഭാഗത്ത്, നമ്മൾ സവോള വെച്ചിരിക്കുന്ന ഭാഗം മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ സവോള വെച്ചിരിക്കുന്ന ഭാഗം അടിഭാഗത്ത് വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവോള തെന്നിപ്പോവും. ഇതാകുമ്പോൾ സവോള ഒട്ടും തെന്നിപ്പോവാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ബജ്ജി. ഇനി ഇത് രണ്ട് സൈഡും ഒരുപോലെ കുക്കായി വരുന്നത് വരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് മുട്ട ബജ്ജി ഇതാ റെഡി ആയി കഴിഞ്ഞു. മുളക് പൊടി അധികം ചേർക്കാത്തതുകൊണ്ടാണ് ഈ കളർ. നിങ്ങൾക്ക് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടിയുടെ അളവും പച്ചമുളകിൻ്റെ അളവും അതനുസരിച്ച് വ്യത്യാസം വരുത്തുക. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള സ്പെഷ്യൽ മുട്ട ബജ്ജി ഇതാ റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം, ഇല്ലെങ്കിൽ തേങ്ങ ചട്നിയുടെ കൂടെ ചേർത്ത് കഴിക്കാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. കഴിക്കുമ്പോൾ ആ സവോളയും കൂടി കടിക്കാൻ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ മുട്ട ബജ്ജി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഈ മുട്ട ബജ്ജിയൊക്കെ ചേർത്ത് കഴിച്ചിട്ട് എല്ലാവരും നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല അല്ലാതെയും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ നമ്മളിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.